കർത്താവിൻ്റെ ശ്രേഷ്ഠന്മാർ ദുഃഖത്തിലായിരിക്കുന്ന മനസ്സിലെ കർത്താവ് ദാസികൾ ബന്ധുമിത്ര ചർച്ചക്കാർ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യൻ വെച്ചിരിക്കുന്നു. കൃത്യമായിട്ടും ദൈവമായിരിക്കുന്ന കർത്താവ് എൻ്റെ മകനെ താൻ സ്വർഗത്തിലേക്ക് സ്വീകരിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. തൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി വളരെ അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ദൈവസഭയുടെ നിലനിൽപ്പിന് വളരെ അത്യന്താനം പ്രവർത്തിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ ഭക്തനാണ്. ഞങ്ങൾക്ക് വളരെ ദുഃഖവും ഭാരവും ഉണ്ടെന്ന ഈ യോഗത്തിൽ എങ്കിൽ പോലും താൻ നാളുകളായി വർഷങ്ങളായി കർത്താവിൻ്റെ പേരിൽ അധ്വാനിച്ച് പ്രവർത്തിച്ചു. തനിക്ക് ലഭിക്കുവാനുള്ളതായിരിക്കുന്ന ആ പൊൻകിരീടം അത് തൻ്റെ പ്രത്യാശയുടെ അനുഭവമാണ്. അത് പ്രാപിക്കാൻ തക്കവണ്ണം കർത്താവ് തന്നെ ഒരുക്കിയതായിരിക്കുന്ന വലിയ വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. മനുഷ്യൻ്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വയലിലെ പൂ പോലെ അത് പൂക്കുന്നു, കാറ്റടിക്കുമ്പോൾ അതില്ലാതെയായി തീർന്നു. കർത്താവിൻ്റെ ദാസനെ തൻ്റെ പ്രിയമച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർപ്പുകൊണ്ടേയായി തീർന്നല്ലോ. ദുഃഖത്തിലായിരിക്കുന്ന ഭാരത്തിലായിരിക്കുന്ന വാത്സല്യ കർത്താവ് ദാസി കുഞ്ഞുങ്ങളെ കർത്താവ് വളരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ വിരമിക്കുന്നു. ദൈവം നമ്മൾ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിച്ചു വന്നിരുന്ന ആരാട്ടുകയും ദൈവസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സഭയുടെ സെക്രട്ടറി പ്രിയ മോനിച്ചായ രണ്ട് വാക്ക് ഇവിടെ പറയും. അവരുടെ സഭയുടെ പേരിൽ എൻ്റെ വ്യക്തിയുടെ പേരിലും കുടുംബത്തെ ദുഃഖം രേഖപ്പെടുത്തി പോയി. അപ്പോൾ തന്നെ യൂത്ത് ഫെലോഷിപ്പിൻ്റെ ആദര സൂചകമായ ദൈവദാസന്മാരിപ്പോൾ ഭക്ത അർപ്പിക്കുന്നതായി. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിതരായ കർത്തവ്യന്മാർ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബം, കുഞ്ഞുങ്ങൾ, വാത്സല്യ പ്രിയമുള്ളവരെ വളരെ ദുഃഖത്തോടെ ഈ സമയം നമ്മെ ബലകരമായിരിക്കുന്നു. ഈ വിവർക്കി മുമ്പോട്ട് കടന്നു വന്ന് അനുശോചനം അറിയും. അപ്പോൾ തന്നെ ആറാട്ടുകയും ദൈവസഭ കർത്താവിൻ്റെ ദാസന് വൈദികരെ, പാസ്റ്റർമാരെ, ദുഃഖാർത്ഥരായ കുടുംബ അംഗങ്ങളെ, സാബുവിൻ്റെ മരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകവും ഒരുപക്ഷെ ഒരു 10-40 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബന്ധമാണ്. അതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് കുടുംബപരമായ ഒരു ബന്ധവും ഇതിൻ്റെ പിന്നിലുണ്ട്. ദുഃഖകരമാണ്, വലിയൊരു വിടവായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. പക്ഷേ മരണം അനിവാര്യമാണ്. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും മരണം ഒരു ദിവസം എല്ലാവർക്കും വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സാബുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയും ഈ കുടുംബാംഗങ്ങളെ മുഴുവൻ പേരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുകയും. വേദിയിലായിരിക്കുന്ന കർത്തദാസന്മാരെ, ഇവിടെ നമുക്ക് വേർപാടെന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ആ വേർപാടിനെയൊക്കെ നമ്മൾ അംഗീകരിച്ചേ മതിയായുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ നാമും ഈ ലോകത്തിൽ നിന്നും കടന്നു പോകേണ്ടവരാണ്. പ്രിയപ്പെട്ട സാബു പാസ്റ്റർ പറയുമ്പോൾ ഇവിടെ AV വർക്ക് മെമ്പർ പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടിയോടൊപ്പം എന്നും നിന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഞങ്ങൾക്കും നിങ്ങളോടൊപ്പം തന്നെ ഞങ്ങൾക്കും ദുഃഖമുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിച്ച് ഞങ്ങളോടൊപ്പം നിന്ന ഞങ്ങളുടെ ഒരു സഹോദരൻ്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖം അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് ഈ ലോകത്തെ വാസം എന്ന് പറയുമ്പോൾ അല്പകാലം മാത്രം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന, അതായത് താൽക്കാലികമായിട്ട് താമസിക്കുവാൻ മാത്രം നമുക്ക് തന്നിരിക്കുന്ന ഒരു വസതിയൊക്കെയാണ്. തീർച്ചയായിട്ടും പ്രിയമെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രിയ സഹോദരൻ കടന്നു പോയിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഇമ്പങ്ങളുടെ പർദീസായി വെച്ച് നമുക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയിൽ നമുക്ക് ഓരോരുത്തർക്കും കഴിയാം. എൻ്റെ പാർട്ടിയുടെ പേരിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പേരിലും അതിലുപരിയായിട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള എല്ലാവിധ അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രിയ സഹോദരൻ്റെ വേർപാട് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വളരെ ഒരു തീരാ നഷ്ടം തന്നെയാണ്. പൊതുപ്രവർത്തന രംഗത്ത് മാതൃകയായിട്ടുണ്ട്.
പ്രിയ സഹോദരന്റെ വേർപാടിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേർന്നു. കർത്താവിൻ്റെ ദാസന്റെ വേർപാടിലുള്ള അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ചർച്ചിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അഗാധമായ ദുഃഖം വാത്സല്യ കുടുംബത്തെ അറിയിക്കുന്നു. കർത്താവിൻ്റെ സ്തോത്രം. നമ്മുടെ വാത്സല്യ കർത്താവിൻ്റെ മരണത്തിൽ നമുക്ക് വലിയ വേദനയും വളരെ ദുഃഖങ്ങളുമുണ്ടെങ്കിലും നമുക്ക് വളരെ പ്രത്യാശയ്ക്ക് വകയുണ്ട്. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ഞാൻ വളരെ പ്രത്യാശയുണ്ട്. നമ്മുടെ വാത്സല്യ പിതാവ് തൻ്റെ നാവ് ഉപയോഗിച്ച് നമ്മോട് ഒരു വാക്കുകൾ പറയാൻ കഴിയില്ല. ആമേൻ, രോഗമുള്ള ശരീരത്തോടെയല്ല, തേജസ്സുള്ള ശരീരത്തോടെ, ദൂതന്മാർക്ക് തുല്യമായ ശരീരത്തോടും തേജസ്സേറിയ മുഖത്തോടും കൂടെ കാണാം. ആ പ്രത്യാശയോടെ നമുക്കായിരിക്കാം. ദൈവദാസനോട് സഭയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരും ആശ്വസിപ്പിക്കുമാറാകട്ടെ. വിശ്വാസവാക്കുകൾ അറിയിക്കും പാസ്റ്റർ ബേബി കാഞ്ഞിരപ്പള്ളി, പാസ്റ്റർ സുനിൽ കൊടുത്തോട്ടം. ഈ രണ്ട് ദൈവദാസന്മാര് മുമ്പോട്ട് കടന്നു. വാത്സല്യ ഭവനത്തിലെ ദേവദാസൻ, കുഞ്ഞുങ്ങൾ, വാത്സല്യ പിതാവ്, സഹോദരങ്ങൾ, ഞങ്ങൾ എത്ര വാക്കുകൾ നമ്മൾ പറഞ്ഞാലും നമുക്ക് അതൊരു ആശ്വാസമായി തീരുകയില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്. അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് പോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് എനിക്ക് അത്താഴം വിളമ്പി തന്നാണ്. ഇദ്ദേഹത്തെ വേർപാട് കേട്ടപ്പോൾ ഞാൻ വളരെയധികം ഭാരപ്പെടുവാൻ, വേദനിക്കുവാൻ എനിക്കിടയായി. ജീവിതത്തിൽ കടന്നുപോയ നിമിഷങ്ങൾ വളരെ ദീർഘകാല ആത്മീയ ബന്ധം പ്രിയ ദൈവദാസനും ഞാനും തമ്മിലുണ്ട്. കർത്താവിൻ്റെ ദാസനോടുള്ള, കുടുംബത്തോടുള്ള ദുഃഖം ഒറ്റ വാക്കിൽ ഞാൻ പറയുമ്പോൾ, ഞാൻ പ്രതിദാനം ചെയ്യുന്ന അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ചർച്ചസിൻ്റെ എല്ലാ ദൈവദാസന്മാരുടെയും ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭയുടെയും പേരിൽ ഞാൻ അറിയിച്ചുകൊണ്ട് ഇരിക്കുന്ന ദൈവം നമ്മെ സഹായിക്കുന്നതാണ്. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, സഹോദരി സഹോദരന്മാർ, ദേശവാസികൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും സർവകൃപാലുവായ ദൈവം അവരുടെ ജീവനുള്ള വചനം കൊണ്ട് ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ബാല്യകാലം മുതൽ വളരെ അടുത്ത ബന്ധം ഈ കുടുംബവും വിശേഷിച്ച് പ്രിയ ദേവദാസനുമായി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും പാസ്റ്റർ എന്ന അഭിസംബോധന ചെയ്തിട്ടില്ല, സാബുച്ച എന്ന് തന്നെയാണ് വിളിക്കുക. എന്നെയും ഒരിക്കലും പാസ്റ്റർ എന്ന അഭിസംബോധന ചെയ്തിട്ടില്ല, മോനെ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അത്ര ഹൃദയഹാരിയായ ബന്ധം സൂക്ഷിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലും കണ്ടുമുട്ടുവാനും വിശേഷങ്ങൾ പരസ്പരം കൈമാറാനുള്ള അവസരങ്ങൾ പലവരും ലഭ്യമായി. ഈ വിയോഗ വാർത്ത വളരെ വേദനയോടുകൂടിയാണ് കേട്ടത്. പ്രത്യാശയും അനുശോചനവും അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവദാസന്മാരിലുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ ചില വാക്കുകൾ അറിയിക്കുവാൻ കമ്പിയിൽ ഭവനം, മലബാർ ഭവനം, ഈ ഭവനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാസ്റ്റർ ജെയ്മ മുമ്പോട്ട് കടന്നു വന്ന് ചില വാക്കുകൾ അറിയിക്കും. ഭവനമതിൽ പൊൻപുലരി ഒത്തുചേർന്ന് പൊന്നേശുവിനെ സ്തുതിക്കും. നാം കണ്ടിടും ഈ തന്നവനെ ഉന്നത്തിരു വീണ്ടും കാണും പ്രിയരയാദിനത്തിൽ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തുമാറാകട്ടെ. ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന പാസ്റ്റർ ബിനുമോനെ സ്തുതിക്കുന്നു. മറ്റ് യുവദാസന്മാർ, രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് കടന്നു വന്നിരിക്കുന്നവർ, നിങ്ങളുടെ പ്രിയ സഹോദരനോടനുബന്ധിച്ച് ബന്ധപ്പെട്ട ചർച്ചക്കാരായി കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് അശരീരമായി പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സഹോദരൻ നഷ്ടപ്പെട്ടു പോയി.
പ്രിയ ജ്യേഷ്ഠതയ്ക്ക് ഒരു നല്ല ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി, കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പപ്പ നഷ്ടപ്പെട്ടു പോയി. എങ്കിലും ഞങ്ങളിൽ ഒരു പ്രത്യാശയുള്ളത് അപ്പോസ്തലനായ പൗലോസ്ലീഹ തിമോഥെയോസിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അല്ലയോ തിമോഥെയോസേ, ക്രിസ്തുയേശുവിൽ നല്ല ഭടനായി കഷ്ടം സഹിക്കുക, പട ചേർത്തവനെ പ്രസാദിപ്പിക്കുന്ന പടയാളിയായി തീരുവാൻ ജീവനകാര്യങ്ങളിൽ ഇടപെടാൻ ദൈവമാകട്ടെ. തന്റെ വളരെ ദീർഘവർഷങ്ങളായി കണമലയിലുള്ള ദിവസയോടനുബന്ധിച്ച് വിവിധ ഇടങ്ങളിൽ സ്പാസിസോടനുബന്ധിച്ച് സഹപാഠന്മാരായിരിക്കുന്ന ദേവദാസന്മാരോട് ചേർന്ന് കർത്താവിന്റെ വേലയിൽ നല്ല പോർ പൊരുതുവാൻ ഞങ്ങളുടെ സഹോദരനെ കർത്താവ് ഇടയാക്കിയതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഭാരമില്ല. കാരണം ഇവിടുത്തെ വേല തീർത്ത് ഒരു നല്ല ഭടനായി അവസാന ശ്വാസം വരെയും ക്രിസ്തുയേശുവിനൊരു നല്ല ഭടനായി വേല തികച്ചാണ് ഞങ്ങളുടെ സഹോദരൻ പോയിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൽ അഭിമാനമുണ്ട്. ഞങ്ങളുടെ സഹോദരനാണ് ഇപ്പോൾ അമേക്ഷണമായി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന കടമ നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരെയും മാതാക്കന്മാരൊക്കെ ഓർക്കുമ്പോൾ ചേടത്തി അനിയത്തിയൊക്കെയായി ജ്യേഷ്ഠനും അനിയനുമൊക്കെയായി അമ്മബന്ധന്മാരെന്നൊക്കെയായി വളരെയേറെ ബന്ധങ്ങളുള്ള ഞങ്ങളുടെ ജ്യേഷ്ഠനാണ്. മക്കളും മരുമക്കളും കൊച്ചുമക്കളും ചേട്ടനും അനിയനും ഒക്കെയായി തീർന്നില്ല. അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായിരിക്കുന്ന ഞങ്ങളുടെ ചിന്നമ്മ ചേച്ചിയുടെ കുടുംബത്തിലുള്ള അങ്ങളമാരെ ചേടത്തിമാർ അനിയത്തിമാരൊക്കെ ആയിട്ട് അവരും ഒരു വലിയ കുടുംബ ബന്ധമുള്ള ആളാണ് ഞങ്ങളുടെ സഹോദരനായിരിക്കും. ഞങ്ങൾ സൗച്ചാലിനെ സംബോധന ചെയ്യുന്ന സൗച്ചാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഈ സമയം വരെ തൻ്റെ മകന്റെ വേർപാടിൽ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് വാക്കുകൾ കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഞങ്ങളെ ചിത്രം ആശ്വസിപ്പിച്ച വിവിധ രാഷ്ട്രീയ സാമൂഹിക മത നേതാക്കന്മാരോടുള്ള നന്ദിയും കടപ്പാടും തടത്തിൽ കുടുംബത്തിന്റെ പേരിൽ ഞാൻ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചൊവ്വാഴ്ച മുതൽ ഈ സമയം വരെ ഈ ഭവനത്തിൽ കടന്നു വന്ന് വിവിധ സഭകളിലുള്ള ദേവദാസന്മാർ പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ളവർ ആശ്വാസവചനങ്ങളെ ഭവനത്തോട് അറിയിച്ചു. അവരോടുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ്, കുടുംബത്തിന് പേരിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ച തിങ്കളാഴ്ചയൊക്കെ ഈ ഞങ്ങളുടെ ഭവനത്തിൽ ഭക്ഷണമൊക്കെ ഒരുക്കുവാൻ ഞങ്ങളുടെ നല്ല അയൽക്കാരായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളുണ്ടായിരുന്നു. വിശേഷാൽ സുകുമാരൻ ചേട്ടൻ്റെ ഭവനത്തിലുള്ള ഓമനച്ചീച്ചൂടും കുടുംബത്തിലൊക്കെ ആ നിലകളിൽ ഞങ്ങൾ കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അവൻ്റെ ഭവനത്തിലുള്ളവരാണ് ഇതുവരെ ഞങ്ങൾക്ക് ഈ ഭവനത്തിൽ ഭക്ഷണവും വെള്ളമൊക്കെ ഒരുക്കി തന്നിരിക്കുന്നത്. അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബന്ധുക്കോസിൻ്റെ IPF-ന്റെ പ്രവർത്തകർ, എൻ്റെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ, പിന്നെ ഞങ്ങളുടെ ചേട്ടനോടൊത്ത് വിവിധ സഭകളിൽ വേല ചെയ്യുന്ന അഭിഷിക്ത ദിവാസന്മാർ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. അതോടൊപ്പം തന്നെ പടപരിധിയ പടയാളികളായി തീരുവാൻ ആ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്നൊക്കെ ദൈവം ഞങ്ങളുടെ സഹോദരന് ഈ സമയത്ത് വേറെ നല്ല പാട്ടുകൾ പാടി ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ക്വയർ ടീമിനോടുള്ള കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ മീഡിയ, എൻ്റെ ഫോട്ടോഗ്രാഫേഴ്സ്, മറ്റ് മീഡിയക്കാരോടും തടത്തിൽ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞങ്ങളെ സ്നേഹിച്ചും ഞങ്ങളെ ആശ്വസിപ്പിക്കുമായി കടന്നു എല്ലാവരോടും ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ താണ്ടിരിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരും ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നതാകട്ടെ. വാഴ്ചപ്പാടമാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പോലും സഭാവിശ്വാസികളെ എല്ലാ വിശ്വാസങ്ങളുടെ സേവനം അറിയിക്കുന്നു. സൗപാസുമായിട്ടുള്ള ബന്ധമെന്ന് പറയുമ്പോൾ വളരെ കുഞ്ഞുനാൾ മുതൽ സൗപാസുമായിട്ടും അതുപോലെ നമ്മുടെ മത്തായിപ്പത്തിനുമായിട്ടൊക്കെയുള്ള ബന്ധത്തിലായിരുന്നു. എൻ്റെ കല്യാണം നടക്കുമ്പോൾ ശ്രുതിയ സൗപാസാണ് പ്രമാണം പല്ലുപാൽസത്തിലെ പാസ്റ്ററായിട്ടിരിക്കുന്ന ഒരു ജ്യേഷ്ഠനായിട്ട് എല്ലാ കാര്യങ്ങളും അതുപോലെ ഒരു ദിവാസനായിട്ടും എല്ലാ കാര്യങ്ങളും പ്രിയ അമ്മാമയും അല്ലെങ്കിൽ പാസ്റ്ററും ഒക്കെ ചെയ്തു തരുവാൻ ഇടയാക്കി. ദുഃഖത്തിലായിരുന്ന ഭവനത്തോടും അതുപോലെ തന്നെ വെല്ലുവിളി സഭയുടെ നാമത്തിലുള്ള പ്രത്യാശയും ദുഃഖവും അറിയിച്ചുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ നാമത്തിലുള്ള പ്രത്യാശയും ദുഃഖവും അറിയിച്ചുകൊണ്ട് ദിവസം എത്താൻ കഴിയും. എല്ലാവർക്കും സ്നേഹവദനം. വേദിയിൽ ആയിരിക്കുന്ന അതുല്യ വൈദിക ശ്രേഷ്ഠന്മാർ, CSBS പെൺകുളി കുടുംബയോഗത്തിൻ്റെ കുടുംബയോഗം ആരംഭിച്ച സമയം മുതൽ മുൻകാല സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സൗഖ്യാനന്ദി ധർമാടി
ഈ കുടുംബയോഗത്തിൽ തുടങ്ങിയ കാലം മുതൽ തന്നെ എല്ലാവിധ ആത്മീയമായും ഭൗതികമായും ഞങ്ങൾക്ക് ഒരു കൈത്താങ്ങായി, സംഘടനയ്ക്കും ദേശത്തിനും കൈത്താങ്ങായി ഇരുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരൻ്റെ വേർപാടിൽ ഈ കുടുംബയോഗം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുന്നുണ്ടാകട്ടെ. പ്രസിഡന്റായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ എം. ബി. ജോൺ പാസ്റ്റർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അതിനു മുമ്പായി കർത്താവിൻ്റെ ദാസന്മാരായിരിക്കുന്ന കെ പി കുട്ടപ്പൻ, വി ഡി ജോയ് പാസ്റ്റർ, ഈ രണ്ട് ദൈവദാസന്മാർ മുമ്പോട്ട് കടന്നു വന്ന് ആശ്വാസവാക്കുകൾ അറിയിക്കും. ദുഃഖസാന്ദ്രമായ ഈ സമയത്ത് ദുഃഖത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഉത്തരാദികൾ, സഭാ ശുശ്രൂഷിക്കുന്ന ദാസന്മാർ, വിശ്വാസ സമൂഹം, തലവരായ നാട്ടുകാര്, ഏവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. വളരെ ചെറുപ്പം പോലെ പിതാവിന്റെ ദാസനുമായി നല്ല സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ കലാലയ സമയത്ത് കോളേജിൽ പഠിക്കുമ്പോൾ ഒരുമിച്ച് ഒരേ കാലയളവിൽ കോളേജിൽ പഠിച്ചു. അതിനുശേഷം വൈദിക രംഗത്തിറങ്ങി വേദപഠന രംഗത്തും കർത്താവിന്റെ സമയം നിലനിൽക്കുവാൻ ഒരുമിച്ചായിരിക്കാൻ സഹായിച്ചു. ദീർഘവർഷങ്ങൾ 1990 മുതൽ കർത്താവിന്റെ ദാസനുമായിട്ട് ഒരുമിച്ച് കർത്താവിന്റെ പേരിലായിരിക്കാൻ ദൈവം ഒരുക്കിയ എല്ലാ ഞങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. നാം ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം തൻ്റെ മരണത്തെക്കുറിച്ച് കർത്താവ് മുന്നമേ അറിയിച്ചിരുന്നു. അത് പ്രിയ മകള് അവിടെ വിളിച്ചു പറഞ്ഞു, അപ്പാ ഞാൻ എൻ്റെ കാലാവധിക്ക് മുമ്പ് ഞാൻ വീട്ടിൽ വരുന്നത് സ്വപ്നം കാണുവാനിടയായി. അത് പറഞ്ഞപ്പോൾ പപ്പ നിങ്ങളെ വിട്ടു പോകുമോ എന്നൊരു സംശയം പറയുവാനിടയായി തീർന്നു. സ്തോത്രം പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവത്തിന്റെ സമയമെന്ന് ദൈവത്തിന്റെ സമയമായിരുന്നു അത് അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ടാണ് കൺവെൻഷനൊക്കെയും അല്ലെങ്കിൽ സമയം മുതൽ സജീവമായിട്ട് തനിക്ക് ലഭിച്ച സമയം ദൈവഭാര പൂർത്തീകരിപ്പാൻ ദൈവം സഹായിച്ചു. ശരീരങ്ങളുണ്ടെങ്കിലും ഡോക്ടർമാര് റെസ്റ്റ് പറഞ്ഞെങ്കിലും അതൊന്നും വകവയ്ക്കാതെ തന്റെ സമയം അടുത്തിരിക്കുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി തന്നെ ലാഭോളം കർത്താവിന്റെ പേരെ തികപ്പാൻ ദൈവം സഹായിച്ചു. നമുക്ക് കാണാൻ കഴിയുന്നു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ നല്ല പുറപ്പെടുത്തി ഓട്ടം തിരിച്ച വിശ്വാസം കാത്തു, ഈ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഞാനിപ്പോ എന്റെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന കുരുമ്പഴി ദൈവസഭയുടെയും കൊടുത്തോട്ടം കരിമ്പത്തോട്ട് കുടുംബത്തിന്റെയും പേരിലുള്ള അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാണ്. Sword.
ഇഷ്ടത്തിനായി നാം ഏൽപ്പിച്ചു കൊടുക്കുകയല്ല നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. ക്രിസ്തുവിന്റെ മരണം എല്ലാവർക്കും അനിവാര്യമാണത്. ദൈവം നിശ്ചയിച്ചതാണ് മരണം. എന്നാൽ ദൈവം പോലും ആ മരണത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എസ്കേലപ്രദന 18-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, മരിക്കുന്നതിന്റെ മരണത്തിൽ എനിക്കിഷ്ടമില്ല, യഹോവയുടെ അരുളപ്പാടാണ്, അതുകൊണ്ട് മനം തിരിഞ്ഞ് ജീവിക്കുവിനെന്ന് അവിടെ എഴുതുവാനിടയായി തീർന്നിട്ടുണ്ട്. അതിനുത്തരമായി പിതാവായ ദൈവം തന്നെ അതിൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് അവനിൽ കൂടെയുള്ളതായിരിക്കുന്ന നിത്യാശ്വാസം കണ്ടെത്തുവാൻ, നിത്യമായിരിക്കുന്ന അവകാശത്തിലേക്ക് പ്രവേശിക്കുന്ന അവകാശമാണ് ദൈവം നമുക്ക് നൽകുന്നതായി തീർന്നത്. ആ ഒരു ഭാഗ്യപദവി നമുക്ക് ലഭിച്ചു. ദൈവദാസന ആ ഭാഗ്യപദവി ലഭിക്കേണ്ടതായി തീർന്നു. പൗലോസ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, മരണം എനിക്ക് ലാഭമാണ്. അങ്ങനെ പറയുവാൻ കാരണം അതിങ്ങനെ പറയുകയാണ്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും, ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിച്ചാലും ജീവിച്ചാലും ഒരു ഭാഗ്യകരമായ അവസ്ഥയാണ്. കാരണം ക്രിസ്തുവിൽ മരിക്കുന്നവൻ മുന്നമേ ഉയർത്തെഴുന്നേൽക്കുന്നു. ജീവനോട് ശേഷിക്കുന്ന ഒരു ഭൂമിയിലായിരിക്കുമ്പോൾ അമ്മേനെ രൂപാന്തരം പ്രാപിക്കുന്നു. മരിച്ച് കർത്താവിന്റെ വാക്തത്വ വിഷയം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ജീവനുള്ളവർക്ക് ലഭിക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രത്യാശയാണ്. കാരണം ജീവനോട് ശേഷിക്കുന്ന പ്രിയപ്പെട്ടവർ ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് രൂപാന്തരമാണ്. രൂപാന്തരം പ്രാപിക്കുമ്പോൾ പ്രത്യേകമായ അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ വ്യക്തിക്ക് ഒരിക്കൽ പോലും ഒരു ശവപ്പെട്ടിയുടെ ആവശ്യമില്ല, ആ വ്യക്തിക്ക് ഒരിക്കൽ പോലും ഒരു ശവക്കല്ലയുടെ ആവശ്യമില്ല. പ്രകാരമുള്ളതായ ഒരു മഹത്തരമായ ഒരു പ്രത്യക്ഷതയാണ് ജീവിച്ചിരിക്കുന്ന ദൈവമക്കളെ ലഭിക്കുവാണ്ട് പോകുന്നത്. അതുപോലെ കാലം എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ദേശത്ത് വാസിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തിയപ്പോൾ തന്നെ ഉയർത്തിയതായ ദൈവത്തിന്റെ സന്നിധിയിൽ അമ്മേനെ ആ ഭാഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താൻ വെച്ചു പോയതായിരിക്കുന്ന മാതൃക പിന്തുടരുവാൻ അത് ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. ഇതിനായിട്ട് ഇതുപോലെ കാലം നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഭവനത്തിലുള്ള പ്രിയതിന്റെ ദേവദാസി, കുഞ്ഞുങ്ങൾ, അവരുടെ ബന്ധുക്കൾ, മറ്റൊരു ചർച്ചക്കാരെല്ലാവർക്കും അദ്ദേഹത്തിന്റെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ അമ്മയെ നന്ദി അറിയിക്കുകയാണ്. ആശ്വാസങ്ങൾ നൽകട്ടെ എന്ന് പ്രത്യാശ ഉറപ്പിച്ചുകൊണ്ട് ഈ സഭന അനുഭവിച്ച് നന്നായ ദൈവദാസനോടുള്ള സഭയോടുള്ള നന്ദി അറിയിപ്പിച്ചുകൊണ്ട് എൻ്റെ ഭവനത്തെയും എൻ്റെ ഭവനത്തിൻ്റെ പ്രിയപ്പെട്ടവരുടെയും ഞാൻ പ്രധാനിച്ചതായ ഉൾപ്പെടെ സഭയുടെയും അനുശോചനവും അതേ പ്രത്യാശ അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമപ്പെടുന്ന കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അധ്യക്ഷനായിരിക്കുന്ന കെ സുരേഷ് സാറ് അങ്ങോട്ട് കടന്നു വന്ന 2 വാക്ക് അനുശോചന വാക്കുകളാണ്. സാമൂഹികമായി അവരുടെ വിയോഗത്തിൽ ദുഃഖത്തിലായ ഇടപക്ഷ മുന്നേറ്റത്തോട് ചേർന്ന് നിൽക്കുവാൻ അദ്ദേഹം എടുത്തിട്ടുള്ള നല്ല തീരുമാനങ്ങളെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. താൻ വിശ്വസിക്കുന്ന ദൈവത്തെ അതിനെ വാഴ്ത്തുവാനും ഒരു ജനതയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ചുരുങ്ങിയ സമയം അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധേയനാക്കുകയാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളെ ആ ദൈവത്തെ നടപ്പിലാക്കുവാൻ മരണശേഷം കഴിഞ്ഞിട്ട് ആത്മശാന്തിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് CSTSന്റെ കുടുംബയോഗത്തിൻ്റെ സെക്രട്ടറിയായി വെച്ചുചേറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗമായി ഒക്കെ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിലും ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ വിയോഗത്തിലുള്ള അഗാധമായ ദുഃഖവും രേഖപ്പെടുത്തുന്നു. CSTS സംസ്ഥാന കമ്മിറ്റിയുടെ അനുശോചനം പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുകയും ഒപ്പം ഒരു കഠിനാധ്വാനിയുമായ ഒരു മനുഷ്യനായിരുന്നു പ്രിയപ്പെട്ട പാസ്റ്റർ. അതാണ് എനിക്ക് പറയാനുള്ളത്. വർഷങ്ങളുടെ പരിചയമുണ്ട്. പല ഭിന്നങ്ങളുമായിട്ട് പോയിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ തോട്ടത്തിൽ വേല ചെയ്യുന്നതിനോടൊപ്പം കഠിനാധ്വാനം ചെയ്യുന്ന ഉദവിയും പ്രിയപ്പെട്ട പാസ്റ്ററുടെ വേർപാട് ഒരു ഗ്രാമപഞ്ചായത്തിൽ നഷ്ടപ്പെട്ടു. ധാർമ്മികത നഷ്ടപ്പെടുന്ന ലോകത്ത് ജനങ്ങളെ ധാർമ്മികമായി നിലനിർത്തുവാൻ സൗമനസ്യമുള്ളവരുടെ മനസ്സുകളെ പണിയുന്നവരാണ് വൈദികരും പാസ്റ്റർമാരും. ആ നിരയിൽപ്പെട്ട ആളായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പാസ്റ്ററുടെ നിര്യാണം കൊച്ചുതറ ഗ്രാമപഞ്ചായത്തിന് ദുഃഖവും ഉളവാക്കുന്നതിന് നഷ്ടമുണ്ടാക്കുന്നതാണ്. പ്രിയപ്പെട്ട പാസ്റ്ററിൻ്റെ വേർപാടിൽ കൊച്ചുതറ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിക്കുള്ള അനുശോചനവും ആദരാഞ്ജലിയും രേഖപ്പെടുത്തുന്നു. ആശ്വസിക്കുന്ന ദൈവം കുടുംബക്കാരെയും ചർച്ചക്കാരെയും ആശ്വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ എൻ്റെ പേരിലുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി ആശ്വസിപ്പിക്കാൻ ദൈവം കുടുംബാംഗങ്ങളെ ആശ്വസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. തുടർന്ന് കർത്താവിൻ്റെ പ്രിയപ്പെട്ട ദാസിൻ്റെ വേർപാടിൽ പ്രവേശിക്കുന്നൊരു തീരാൻ മാറ്റം അതിൽ നിന്നെത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. കാരണം തൻ്റെ പിതാവ് പ്രവേശിപ്പിൽ ആരംഭം തൊട്ട് പ്രവേശിപ്പിക്കുന്നൊരു ദിവസം തൻ്റെ മകൻ പിതാവിൻ്റെ കാൽപ്പാട് നോക്കുവെന്നാൽ തനിക്ക് സമയമായപ്പോൾ പ്രത്യാശ തുറമുത്തെത്തുവാനിടയായി എന്നെ താൻ പത്താൻ നൽകി. ആ പത്താൻ നൽകുകയിൽ സ്നേഹം, ബഹുമാനം എല്ലാം തനിക്കാണ് കഴിഞ്ഞു. സമയത്തിന് വലിയ ഞാൻ താമസിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ വൻ മരിച്ച് അവൻ്റെ ജീവൻ ക്രിസ്തുവിന് ഇവനെ ക്രിസ്തു വെളിപ്പെടുമ്പോൾ പ്രിയ കർത്താവിൻ്റെ ദാസനോട് നന്ദി അറിയിക്കുന്നു. പ്രിയ സാബു മധ്യപാഷെ മൂത്ത മകൾ ക്രിസ്റ്റീന 2 വാക്ക്. എൻ്റെ പപ്പയെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ പപ്പയിൽ നിന്ന് പറഞ്ഞേക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പപ്പ മരിച്ച സമയം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ ആത്മീയമായി ഭൗതികമായി ഒത്തിരി സപ്പോർട്ട് ചെയ്ത ദേവദാസന്മാരോടും കടന്നു വന്ന ഞങ്ങളുടെ പപ്പയുടെ നിര്യാണത്തിൽ ഞങ്ങളെ മെൻ്റലി സപ്പോർട്ട് ചെയ്ത കടന്നു വന്ന എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിന് നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഒരു ലൈഫ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രഗിളിലായിരുന്നു ഞങ്ങൾ ജീവിച്ചത് ആദ്യ സമയങ്ങളിലൊക്കെ. അന്ന് മുതൽ പപ്പയ്ക്കാകുന്ന കാലം വരെ ഞങ്ങളെ പൊന്നുപോലെ പപ്പ നോക്കി. ഒരു കുറവും ഞങ്ങൾക്ക് വരുത്തിയിട്ടില്ല. ദൈവത്തിന് വേണ്ടി അധികമായി പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ചെറിയ കാലം മുതൽ എൻ്റെ പപ്പായോടൊപ്പം എൻ്റെ മാതാവിനോടൊപ്പം ദൈവത്തിൻ്റെ വേലയിൽ നിൽപ്പാൻ, അവരോട് കൂടെ അവർക്ക് കട്ടനായി നിൽപ്പാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. പപ്പ വചനമെടുത്ത് അനേകരോട് സംസാരിച്ചത് കൊണ്ട് ദൈവം ഞങ്ങളെ മാനിക്കാനിടയായി. ആദ്യ സമയങ്ങളിലൊക്കെ ആഹാരം പോലും ഇല്ലാത്ത അവസ്ഥകൾ ദൈവത്തിന്റെ വേലയ്ക്ക് ഇറങ്ങിയ സമയത്ത് ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചു. ഈ നിമിഷം എൻ്റെ പപ്പ എന്ന് കടന്നു പോകുന്ന സമയത്ത് പപ്പ ഞങ്ങൾക്ക് വേണ്ടി എത്രമാത്രം സ്ട്രഗിൾ ചെയ്തു, എത്രമാത്രം സപ്പോർട്ട് ചെയ്തു. തിരിച്ചു അതുപോലെ എൻ്റെ പപ്പയെ പപ്പ വിചാരിക്കുന്നതിനപ്പുറമായി സന്തോഷത്തോടെ ഞങ്ങളെ എങ്ങനെ നോക്കിയോ അതുപോലെ സന്തോഷത്തോടെ തിരിച്ചു പറഞ്ഞേക്കുവാൻ, പപ്പ പ്രിയം വെച്ച അപ്പന്റെ ഭവനത്തിലേക്ക് പറഞ്ഞേക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. തുടർന്നും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ആമേൻ. ദൈവനാമത്തിന് നന്ദിയുടെ സ്തോത്രം. പ്രിയ സഹോദരൻ്റെ ആകസ്മിക വേർപാടിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹിതരായ ആത്മീയ ഗുരുക്കന്മാർ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ അയൽവാസികൾ എല്ലാവർക്കും ദൈവത്തിന് നന്ദി കൊടുക്കുന്നു. ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്നത് പോലെ ആ വാക്യത്തോടെ 100% നീതി പുലർത്തിയ ഒരു സഹോദരനായിരുന്നു ഞങ്ങൾക്ക് പോയത്. തൻ്റെ വ്യക്തിത്വവേദിയിൽ, തൻ്റെ കുടുംബ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, സാംസ്കാരിക ജീവിതത്തിൽ,
CSCയോട് ബന്ധത്തിൽ സുരേഷ് സാർ പറഞ്ഞതുപോലെ എവിടെ തന്നെ ഏൽപ്പിച്ചോ ആ ജോലികൾ കൃത്യമായി ചെയ്ത് ആണ് വിശ്രമം നടത്തിയെത്തിയിരിക്കുന്നത്. ഒരു നല്ല സർക്കാർ ഉദ്യോഗസ്ഥന് പ്രമോഷനോടുകൂടി റിക്രൂട്ട്മെന്റ് കൊടുക്കുന്നത് പോലെ ഒരു പ്രമോഷൻ ആത്മീയ കോളത്തിൽ പ്രമോഷനോടുകൂടിയാണ് പ്രിയ സഹോദരൻ റിട്ടയർ ചെയ്തിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. പിന്നെ നന്ദി ഞാൻ പറയാണ്, പെട്ടെന്ന് വിടുകയാണ്. ഈ അസ്വസ്ഥത ഉണ്ടാകുന്നത് താഴത്തെ കവലയിൽ വെച്ചാണ്. അവിടെ CPR കൊടുക്കാൻ ഒരു സഹോദരൻ ഓടിയെത്തിയാണ്. നമുക്കത് മറക്കാൻ പറ്റത്തില്ല. ബിനൂസ് കറിയ പുരാട്ടം എന്ന് പറയും, അതാണ് ഓടിയെത്തി. രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കാലം പിന്നെ എൻ്റെ സഹോദരന്മാർ രമേശ് അങ്ങനെ ചിലർ കൂടി പെട്ടെന്ന് വണ്ടിയിൽ ഇരുമയിലെത്തിച്ചെങ്കിലും ആ സമയത്ത് അവരുടെ ശാരീരിക സഹായം വളരെ ഉപകാരമായിരുന്നു. അവർക്ക് ആദ്യമായി നന്ദി പറയുന്നു. രണ്ടാമത് എൻ്റെ സഹോദരൻ ജയമോഹൻ പാഷ പറഞ്ഞതുപോലെ പിന്നെ മോള് പറഞ്ഞതുപോലെ ബാക്കിയുള്ളവരെല്ലാം അവരുടെ നന്ദി പ്രകടനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരിക്കൽ ഞാൻ പറയുകയാണ്, ഇവിടെ ഞങ്ങളെ ആത്മീയമായി ഭൗതികമായും ശാരീരികമായി സഹായിച്ച എല്ലാവരോടും, പ്രത്യേകിച്ച് രാഷ്ട്രീയ ഞങ്ങൾ ബന്ധമുള്ള പലരുണ്ട്. രതീഷുണ്ട്, അതുപോലെ തന്നെ ഞങ്ങളുടെ TK ജെയിംസ് സാറുണ്ട്, EV വർക്കി സാറുണ്ട്, വന്നമാടമുണ്ട്, അങ്ങനെ പലരുണ്ട്. അവരെയൊക്കെ വ്യക്തിഗത നന്ദി പറയുന്നതോടൊപ്പം ഞങ്ങൾക്ക് വാഹനങ്ങൾക്ക് നൽകി തരുന്നതായ സൗകര്യങ്ങൾ തന്ന എല്ലാ വാഹന ഉടമകളോടും, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആംബുലൻസ് സമയസമയം എത്തിച്ചേരാൻ സഹായിച്ച അസീസിലെ ആംബുലൻസ് പ്രവർത്തകരോട്, പിന്നെ ഞങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി തരുന്ന ഞങ്ങളുടെ ചുറ്റുപാട് ദേശത്ത് ഞങ്ങളുടെ സഹോദരന്മാരുടെ ഇവിടെ നാടിന് പ്രത്യേകത ഉണ്ട്. എല്ലായിടത്തും ഉണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായ അവരെല്ലാവരും ഓടി വന്ന് സമയഭേദത്തിന് ഞങ്ങൾ സഹായിക്കുന്നതാണ്. അവരോട് ഞങ്ങൾക്കുള്ള നന്ദിയും കടപ്പാടും ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. അവർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേക പിന്നെ വാഹനങ്ങൾക്ക് ഞങ്ങൾ പോകാൻ വേണ്ടി മനയത്തുമാരിലെ ഷൈനോട് നന്ദി ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഈ കൂടെ ഞാൻ പറയുകയാണ്, വാഹനങ്ങൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ ആരെങ്കിലും വാഹനം ഇല്ലാതെ പോകാൻ ഭാരപ്പെടേണ്ട. യഥാസമയങ്ങളിൽ അവിടെ സ്നേഹത്തിൽ എത്തിക്കാനുള്ള സൗകര്യമുണ്ട്. സ്വല്പം മേലോട്ട് നടക്കണമെന്നുള്ളതോടും അത് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങളെ മാനിക്കുന്ന കർത്താസന്മാരോടും ഇവിടെ ഞങ്ങളുടെ TPI ഫെലോഷിപ്പിന്റെ പ്രസിഡന്റാകുന്ന ജോൺ പാസ്റ്ററോടും, അതുപോലെ തന്നെ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ജോമോനോടും ഞങ്ങൾക്കുള്ളതായ കുടുംബപരമായ നന്ദിയും ഫാമിലിപരമായിട്ട് മലമ്പാറ, കമ്പിയിൽ, കൊച്ചുപുരയ്ക്കൽ, അതുപോലെ തന്നെ ഞങ്ങളുടെ പാരക്കാനത്തുള്ള ഫാമിലിയോടെ എല്ലാത്തും ഒറ്റ അർത്ഥത്തിൽ ഏറ്റിക്കൽ കുടുംബം, കൊളമാങ്കോട് കുടുംബം എല്ലാവർക്കും ഒറ്റ വാക്കുകൾ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. നമ്മളെ സഹായിക്കുന്നതാണ്. ദേവദാസന്മാരെല്ലാം വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വപ്പെടുത്താം. കർത്താവിന്റെ ദാസനെ വേദനിക്കുവാൻ ശക്തീകരിച്ച ദൈവമുണ്ട്. കർത്താവിന്റെ സാന്നിധ്യത്തിനായി കണ്ണീടും പ്രിയരെ ഞാൻ കണ്ടിടും. അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും. അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം. ഹല്ലേലൂയ. യേശു
വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് അനേക വർഷങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വേല ചെയ്ത് വേല തികച്ച് ഞങ്ങളെ വിട്ട് കടന്നു പോകുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്ററെ, 1000 വിശുദ്ധന്മാരുമായി കർത്താവ് സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ കർത്താവിന്റെ ദാസനെ അതിനെ കാണാമെന്നുള്ള പ്രത്യാശയോടെ, ക്രിസ്തീയ അതിനെ പ്രത്യാശയോടുകൂടെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവരും കാര്യങ്ങളെ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും അത് സ്ഥാനങ്ങളിൽ താണിരിക്കാം. സമയം മുമ്പോട്ട് കടന്നുപോയി. കർത്താവിന്റെ ദാസൻ വേഗത്തിൽ ശുശ്രൂഷകൾ നിയന്ത്രിച്ച ഏറ്റവും പെട്ടെന്ന് തന്നെ പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പ് ഇൻ ഇന്ത്യ ദൈവസഭയുടെ പ്രസിഡന്റായിരിക്കുന്ന പാസ്റ്റർ ബി ജോൺ അവരെ മുമ്പോട്ട് ക്ഷണിച്ചുകൊള്ളു. നമുക്ക് തലകളെ വണക്കി ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി കർത്താവിന്റെ ദാസൻ പി കെ രാഘവൻ പാസ്റ്റർ അവർ പ്രാർത്ഥിക്കുന്നു. കാലം ദൈവസ്ഥയിലായിരിക്കുന്ന സാഹചര്യങ്ങൾ ദൈവം അറിയുന്നുവല്ലോ. ദൈവമേ, തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് ആദരിക്കണമേ. ഞങ്ങളുടെ ദാസനായി ബലപ്പെടുത്തണമേ. ദൈവകൃപയിൽ മറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ളതായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ദുഃഖം തളം കെട്ടി നിൽക്കുന്നതായ അന്തരീക്ഷത്തിൽ കർത്താവിൻ്റെ ദാസന്റെ വേർപാടിന്റെ ഈ ശുശ്രൂഷയുടെ നിമിഷത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവവചന ശുശ്രൂഷകളും കർത്താവിൻ്റെ ദാസനെ കുറിച്ചുള്ളതായ സാക്ഷ്യങ്ങളും ഒക്കെ നമുക്ക് കേൾക്കുവാൻ സ്വർഗം സഹായിച്ചു. മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഒക്കെ വേദപുസ്തകം പറയുന്നതായ കാര്യങ്ങൾ നമുക്ക് വളരെ ശ്രദ്ധയോടെ ശ്രവിക്കുവാൻ സ്വർഗം സഹായിച്ചല്ലോ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കർത്താവിന്റെ ശ്രേഷ്ഠ ഭൃത്യൻ പ്രിയപ്പെട്ട സാവു പാസ്റ്ററുടെ വേർപാട് നിശ്ചയമായിട്ടും ഒരു നഷ്ടമല്ല. തൻ്റെ ജീവിതത്തിൽ അത് വളരെ അനുഗ്രഹമായി തീരുവാനിടയായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ദൈവം തന്നെ ഏൽപ്പിച്ചതായ വേല, തന്നെ ഏൽപ്പിച്ചതായ ശുശ്രൂഷ വളരെ വിശ്വസ്തയോടും നിർമ്മല ഹൃദയത്തോടും ആത്മാർത്ഥതയോടും പ്രൈസ് ദി ലോർഡ് അതിലുപരിയായിട്ട് യാതൊരുവിധ സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കാതെ താൻ ആ വേല ചെയ്ത് പൂർത്തീകരിക്കുവാനിടയായി. തൻ്റെ മരണം ദൈവത്തിന് പ്രസാദകരമാണ്. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ആദാമ്യവർഗം ചെയ്ത പാപത്തിൻ്റെ ഫലമെന്ന നിലയിൽ, അല്ലെങ്കിൽ പാപത്തിൻ്റെ ശമ്പളം മരണമായി തീരുമ്പോൾ ഈ ലോകത്ത് ജനിക്കുന്ന സകല മനുഷ്യർക്കും മരണം ദൈവം നിയമിച്ചിരിക്കുകയാണ്. ഈ മരണത്തിൽ നിന്ന് ആർക്കും ഒഴിവാകുവാൻ കഴിയില്ല. എന്നാൽ അതിൻ്റെ കാലവും സമയവും സാഹചര്യവും മാത്രം വ്യത്യസ്തമായിരിക്കുമ്പോൾ അതെ, ആ നിലയിൽ തന്നെ നമ്മുടെ കർത്താവിന്റെ ദാസൻ ദിവസങ്ങളിൽ ചേർക്കപ്പെടുവാനിടയായി. അനേക മരണങ്ങളെ കുറിച്ച്
വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനിടയാകുന്നു. ഒന്നാമത്തെ മരണമെന്ന് പറയുന്നത് ഹാബേലിന്റെ മരണമാണ്. ദൈവത്തിന് പ്രസാദകരമായ യാഗം അർപ്പിച്ചപ്പോൾ അതിന്റെ ഫലമായി താൻ മരണപ്പെടുവാനിടയായി. അതുകൊണ്ട് മരണമെന്ന് പറയുന്നത്, അതുകൊണ്ട് നാം ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസന്റെ മരണം ദൈവത്തിന് പ്രസാദകരമാണ്. 116 സങ്കീർത്തനം 15-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നല്ലോ, തന്റെ ഭക്തന്മാരുടെ മരണം ദൈവത്തിന് പ്രസാദകരമായിരിക്കും, വളരെ വിലയേറിയതാണ്. അതുകൊണ്ട് കർത്താവിന്റെ ദാസന്റെ മരണം നിശ്ചയമായിട്ടും ദൈവത്തിന് വളരെ വിലയേറിയതാണ്. പ്രൈസ് ദി ലോർഡ്. അതെ, നമുക്ക് വേദപുസ്തകത്തിൽ യാക്കോബ് തൻ്റെ ശുശ്രൂഷകൾക്ക് ശേഷം തൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നത്, തൻ്റെ മക്കളെയൊക്കെ അനുഗ്രഹിച്ചതിന് ശേഷം തൻ്റെ കാലുകൾ കട്ടിൽ എടുത്തു വെച്ച്, അതെ, തൻ്റെ മക്കളോടും കുടുംബത്തോടും പറയാണ്, ഞാൻ എൻ്റെ പൂർവികന്മാരോട് ചേരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രാണനെ വിടുവാനിടയായി. ഇന്ന് പകൽക്കാല കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിശ്ചയമായിട്ടും കർത്താവിന് വേണ്ടി അതിശക്തമായി പ്രവർത്തിച്ച് ധീരമായി നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസനും ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയാണ്. തന്റെ പ്രവർത്തനത്തെക്കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യങ്ങൾ കർത്താവിന്റെ ദാസന്മാര്, ദൈവമക്കള്, ദേശത്തുള്ളവര് എല്ലാവരും പറയുവാനിടയായല്ലോ. ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നിശ്ചയമായിട്ടും മാതൃകാപരമായ ഒരു ജീവിതം ഈ ലോകത്ത് ജീവിക്കുവാൻ 56 വയസ്സിനിടയിൽ കർത്താവിന്റെ ദാസന് ഇടയായി. ഭവനത്തിലെ പ്രപിതാവിൻ്റെ നല്ലൊരു മകനായി, പ്രിയ കർത്താവിന്റെ ദാസിയുടെ നല്ലൊരു ഭർത്താവായി, പ്രിയ കുഞ്ഞുങ്ങളുടെ നല്ല പപ്പായായി, പ്രിയ കൊച്ചുമക്കളുടെ നല്ല അപ്പച്ചനായി, അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതം തനിക്ക് ഈ ലോകത്ത് ചെയ്തു തീർക്കുവാൻ സ്വർഗം സഹായിച്ചു. കർത്താവിന്റെ ദാസനെ കുറിച്ച് നിശ്ചയമായിട്ടും വളരെ അഭിമാനമാണ് തോന്നുന്നത്. ഞാൻ പലപ്പോഴും ഈ ഭവനത്തിൽ കടന്നു വരുന്നതായ സമയത്ത് എനിക്ക് കാണുവാൻ കഴിയുന്നത്, തനിക്കൊരു വിശ്രമം അങ്ങനെയില്ല. ആവശ്യത്തിനും ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു കർത്താവിന്റെ ദാസൻ. പ്രൈസ് ദി ലോർഡ്. തൻ്റെ കൊച്ചുമക്കളുടെ ആവശ്യമാണെങ്കിലും മറ്റാവശ്യങ്ങളാണെങ്കിലും എല്ലാത്തിനും വേണ്ടി എല്ലാ സമയത്തും ഓടിക്കൊണ്ടിരിക്കുന്ന, അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവിന്റെ ദാസൻ. ഫെലോഷിപ്പിന്റെ ശുശ്രൂഷകളിൽ ഏത് സഭകളിൽ താൻ കടന്നു പോയാലും അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷകൾ ചെയ്ത് തന്നെ ഏൽപ്പിച്ചതായ ദൗത്യം അത് വളരെ ആത്മാർത്ഥതയോടെ ചെയ്ത് പൂർത്തീകരിക്കുന്ന കർത്താവിന്റെ ദാസൻ. ഏത് ജോലി തന്നെ ഏൽപ്പിച്ചാലും, ഏത് കാര്യം തന്നെ ഏൽപ്പിച്ചാലും വളരെ ആത്മാർത്ഥതയോടെ, യാതൊരു പരാതിയോ പരിഭവവും ഇല്ലാതെ ചിരിക്കുന്ന മുഖത്തോടെ ചെയ്ത്, പ്രൈസ് ദി ലോർഡ്, എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരെയും കരുതി പക്ഷെ മുൻപോട്ട് നീങ്ങുന്ന ഒരു കർത്താവിന്റെ ദാസനെ കാണുവാനുള്ളതായ ഭാഗ്യം ഈ ശുശ്രൂഷ കാലഘട്ടത്തിലും എനിക്കും ഉണ്ടായതിൽ ഞാൻ വളരെ സന്തോഷിക്കും. അതേ കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ,
തൻ്റെ മരണം നിശ്ചയമായിട്ടും തൻ്റെ വേർപാട് ഈ ദേശത്തിനും ദിവസഭയ്ക്കും തീരാത്തൊരു നഷ്ടം തന്നെയാണ്. സത്യസുവിശേഷത്തിന്റെ നിഷ്കളങ്ക ശുശ്രൂഷ ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ ദാസനെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുവാനിടയായത്. അതിൻ്റെതായ ദുഃഖം ഞങ്ങൾക്കുണ്ടെങ്കിലും നിശ്ചയമായിട്ടും സ്വർഗം സന്തോഷിക്കുന്നു. പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഒരു പൂന്തോട്ടത്തിൻ്റെ ഉടമ താൻ ആ പൂന്തോട്ടം വളരെ ശ്രദ്ധയോടെ കരുതി സൂക്ഷിച്ച് അനേക പൂക്കളും അതിലുണ്ടാകുമ്പോൾ തൻ്റെ മേശയുടെ പുറത്ത് വെക്കുന്നതായ ഫ്ലവർ വേസിൽ താൻ നട്ടുവളർത്തിയ ആ പൂക്കളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ പൂക്കൾ ശേഖരിച്ച ഫ്ലവർ വേസിൽ വെക്കും. അതേപോലെ കർത്താവിൻ്റെ ദാസൻ അതേ കഴിഞ്ഞ ദിവസക്കാലം നമ്മളെ വിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടം തൻ്റെ ശുശ്രൂഷ പൂർത്തീകരിച്ചപ്പോൾ കർത്താവ് തന്നെ വിളിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർത്തു. പ്രൈസ് ലോർഡ്. പ്രകാരം നാം ഇന്ന് പകൽക്കാലം ഓർക്കുമ്പോൾ കർത്താവിൻ്റെ വചനം ഓർപ്പിക്കുന്നത് പോലെ ഞാൻ നല്ല ഓർപ്പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവർ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പകൽക്കാലമായിരിക്കുന്ന പ്രിയപ്പെട്ട പ്രൈസ് ലോർഡ്, അതേ കർത്താവിന്റെ ദാസന്റെ വേർപാടിൽ നമുക്ക് വളരെ ദുഃഖമുണ്ടെങ്കിലും നിശ്ചയമായിട്ട് നമുക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവിന്റെ ദാസനെ നമുക്ക് വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ കാണുവാനിടയാകും. ലോകത്ത് കർത്താവിനെ സ്വീകരിച്ച് കർത്താവിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്ന ഏത് വ്യക്തിക്കും കർത്താവിന്റെ സന്നിധിയിൽ കടന്നു ചെന്ന് കർത്താവിനെ കാണുവാനുള്ളതായ ഭാഗ്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ലാസർ മരിച്ചിരുന്നു. എന്നാൽ യേശു ആ ലാസറിന്റെ ഭവനത്തിൽ വന്ന് ലാസറേ നീ പുറത്തു വാ എന്ന് പറഞ്ഞതായ നിമിഷം ആ ലാസറിന്റെ ജീവൻ ലാസറിലേക്ക് മടങ്ങി വരുവാനിടയായി. ലോകത്ത് നമുക്കെല്ലാം മരണം നിശ്ചയമാണ്. എന്നാൽ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ള കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിൽ ആശ്രയിക്കുന്ന ഏത് വ്യക്തിക്കും നിശ്ചയമായിട്ടും ഈ ലോകത്തിലെ മരണം കൊണ്ട് തീരുന്നില്ല. മറിച്ച് നമുക്കൊരു പ്രത്യാശയുടെ ഒരു തുറമുഖം ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു പറഞ്ഞ കർത്താവായ യേശു നമുക്ക് വേണ്ടി ആ വാസസ്ഥലം ഒരുക്കിയിട്ടുണ്ട്. നിശ്ചയമായിട്ട് കർത്താവിന്റെ ദാസന് വേണ്ടി ആ വാസസ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അത് നിശ്ചയമായിട്ട് നമുക്കും ആ വാസസ്ഥലത്തിൽ ചെന്ന് കർത്താവിന്റെ ദാസനെ വീണ്ടും കാണാം. പ്രിയപ്പെട്ട കുടുംബമേ, സ്തോത്രം. നിങ്ങൾക്ക് അതെ തീരാത്ത ദുഃഖമല്ല, എന്നുവെച്ച് നിശ്ചയമായിട്ടും കർത്താവിന്റെ ദാസനെ കുടുംബമായി അതേ പ്രീശ്വരോ കാണുവാനുള്ള ഭാഗ്യം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പല കാലങ്ങളിലായിട്ട് സമയങ്ങളിലായിട്ട് കർത്താവിന് വരുമ്പോൾ താമസമെങ്കിൽ പ്രീശ്വരോട് ഹല്ലേലൂയ, ഇത് നിശ്ചയമായിട്ടും നമുക്ക് പ്രീശ്വരോ ആ അനുഭവം ദൈവം തന്നെയാണ്. പൗലോസിനെ ഓർപ്പിച്ചു, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരികയും മരിച്ച വിശുദ്ധന്മാർ പ്രീശ്വരോട് ഞൊടി നേരം കൊണ്ട് അവർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും രൂപാന്തരം പ്രാപിച്ച് അവനോടുകൂടി ആകാശങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനം കൊണ്ട് നിങ്ങൾ തമ്മിൽ ആശ്വസിക്കുവാൻ കർത്താവ് പറയുമ്പോൾ അതേ സ്തോത്രം. നിശ്ചയമായിട്ടും മരണം ലാഭമാണ്. കർത്താവിനെ കാണുവാൻ പ്രീശ്വരോട് നമുക്ക് ഒരുക്കത്തോടെ തുടർന്നും കാത്തിരിക്കാം. കർത്താവിന്റെ ദാസനെ നിശ്ചയം കാണുവാനുള്ളതായ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ആയിരിക്കട്ടെ. ദൈവം നമ്മെല്ലാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ വാക്കുകൾ നിർത്തുന്നു. ഇപ്പോൾ കർത്താവിന്റെ ദാസന്മാരാൾ 90-ാം സങ്കീർത്തനം വായിക്കുന്നത്. 90-ാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ ദൈവമായിരിക്കുന്നു. പർവ്വതമുണ്ടായതിന് നീ ഭൂമി നിർമ്മിച്ചതിന് മുമ്പേ നീ നാദിയും ശാസ്ത്രമാകുന്ന ദൈവമാകുന്നു.
നീ മർത്തിനെപ്പടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്ന് പറയുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്ന് പറയുന്നു. ഭൂമിയും അതിന്റെ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുകി കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അതിന് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു, നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങൾ ഞങ്ങൾ ഒരു നെടിവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ ക്രോധത്തെ ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഇപ്പോൾ പാസ്റ്റർ ജെയിംസ് മാത്യു പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ തലങ്ങളെ വണക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദാസന്റെ ശ്രേഷ്ഠകരമായ ജീവിതത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവേ, അങ്ങയുടെ സമയമായപ്പോൾ അങ്ങ് വിളിച്ച് വേർതിരിച്ചു. ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവെ അങ്ങ് ആശ്വസിപ്പിക്കണമേ എന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളിപ്പോൾ കേട്ടതുപോലെ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുന്ന സമയത്ത് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന ഞങ്ങൾ രൂപാന്തരപ്പെടുമെന്നുള്ള വലിയ പ്രത്യാശയോടെ കർത്താവെ, പ്രിയ ദൈവദാസനെ യാത്രയാക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം കർത്താവ് ബലപ്പെടുത്തിയ സ്തോത്രം. പ്രിയദാസിക്കായി, കുഞ്ഞുങ്ങൾക്കായി, ഏറ്റവും ബന്ധുമിത്രാദികൾക്കായി എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല എന്നരുളിയ യേശു കർത്താവിൻ്റെ സമാധാനത്താൽ അവരെ നിറയ്ക്കണമേ. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയ ശേഷം നിങ്ങളെയും വന്നതിൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് അരുളിയ ആ കർത്താവിൽ ആഴമായി വിശ്വസിക്കുവാൻ, അങ്ങയുടെ വരവിന് വേണ്ടി നോക്കി കാത്തിരിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധൈര്യപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ, സമാധാനിപ്പിക്കണമേ എന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾ എത്രത്തോളം ആദരിച്ചതിനാൽ സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളിൽ ദൈവത്തിന് വലിയ സമാധാനം ഉണ്ടാകണം. എല്ലാ കുടുംബാംഗങ്ങളെ, എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ അങ്ങ് ആശ്വസിപ്പിക്കണമേ എന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. എത്രത്തോളം അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. തുടർന്നുള്ള ശുശ്രൂഷകൾ അനുഗ്രഹമാക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളിലും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇവിടെ സംബന്ധിച്ച ഓരോരുത്തരുടെ മേലും ഭവനത്തിന്മേലും തുടർന്നുള്ള ശുശ്രൂഷകളുടെ മേലും ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും കർത്താവിൻ്റെ വരോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയന്തം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.